പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തെ ആശീർവദിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നോൻപ് കാലത്ത് മുഴുവനും അനുഷ്ഠിച്ച നോൻപും കൃപാസന ഉടമ്പടി എടുത്ത ആൾക്കാർ ജീവിച്ച ജീവിത രീതികളും സുവിശേഷത്തിൻ്റെ സാക്ഷീകരണങ്ങളായിട്ട് അവരങ്ങയുടെ തിരുവുദ്ധാനത്തെ സാക്ഷ്യം വഹിച്ചതിൻ്റെ ശക്തിയും ഞാനിപ്പോൾ സ്വാംശീകരിച്ചുകൊണ്ട് ജനത്തെ ആശീർവദിക്കണം. കർത്താവേ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവേ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന്
അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ. അവിടെ പോയാൽ ആര് ഞങ്ങളെ സഹായിക്കും? പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നത് ആര് കല്ലെടുത്ത് മാറ്റിത്തരുമെന്ന്. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ആശങ്കയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ആര് മാറ്റിത്തരും? ആര്? മേരി മാഗ്ഡലിനും മറ്റ് മറിയവും കൂസായുടെ ഭാര്യ മറിയവും എല്ലാവരും കൂടി കർത്താവിന് തിരുക്കല്ലിലേക്ക് വെളുപ്പാങ്കാലത്ത് ഓടുമ്പോൾ അവരുടെ ആശങ്ക ഉൾക്കൊണ്ടേ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ കല്ല് ആര് എടുത്തു മാറ്റിത്തരും? അവർക്കതിനുള്ള കഴിവില്ല. പക്ഷേ പുരുഷന്മാർ, കഴിവുള്ളവരാരും അവരുടെ കൂടെ ഇല്ല താനും. ഇങ്ങനെ സ്വാധീനം ആരുമില്ല, സ്വാധീനമുള്ളവരും ആരുമില്ല. ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ട് ആ തടസ്സം. എൻ്റെ ഭാഷയുടെ തടസ്സം, ഭാഷ അറിയാൻ പാലാത്തതിൻ്റെയും പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും കല്ല് ആര് മാറ്റിത്തരും? എൻ്റെ വേണ്ട വിധം വേണ്ട സമയത്ത് ഞാൻ ഓർക്കണില്ല. പരീക്ഷക്കാരിൽ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. അത് ആ സമയത്ത് ഓർത്തില്ലല്ല കർത്താവേ. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല കർത്താവേ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ കല്ല് വീണിട്ടുണ്ട്. ആ കല്ല് ആര് മാറ്റിത്തരും? അങ്ങനെ നിൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരും എന്ന് ഓർത്ത് നീ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ, നിൻ്റെ കല്ല് കർത്താവ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ കല്ലുകൾ എടുത്ത് മാറ്റാൻ തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ബൈ ചാൻസ് ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഫലമായിട്ട് നടക്കുന്നതാണ്. നീ എൻ്റെ ആശങ്കകളുടെ കല്ലുകൾ അപ്പം തന്നെ അപ്രത്യക്ഷമാവുകയാണ് കർത്താവേ. അതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. ഞങ്ങളുടെ കർത്താവ് ഉയർത്തുന്നേറ്റ ഈ വിഷയം, ഈ കാലത്ത് കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ, കർത്താവിൻ്റെ നാമത്തിൽ പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പുതിയ ഓഡിയൻസാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തിക്കുമ്പോഴേ ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അല്ല, വെറുതെ അതേപടി ഞാനൊന്നും ആവർത്തിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിനെക്കുറിച്ചുള്ള മാതാവിൻ്റെ റെസ്പോൺസ്, അത് എൻ്റെ ഒരു വിഷയമാണ് എപ്പോഴും. ദ സൈലൻസ് ഓഫ് മേരി. വേറെ കുറേ മറിയം ഒക്കെ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ, മറ്റേ മറിയം എന്നൊക്കെ പറയുന്ന കൂസായുടെ ഭാര്യ മറിയം, ഇവരൊക്കെ ഈ ഓട്ടവും പിടുത്തവും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട് പുനരുത്ഥാന ദിവസങ്ങളിൽ. അവരാണ് ചർച്ചയ്ക്ക് വരണത്. ശരിക്കും പുനരുത്ഥാന ദിവസം നമ്മൾ രസമാണ്. അതായത് മാതാവ് നേരെ ഗ്രീൻ റൂമിലേക്ക് മാറും. എന്തൊരു ലൈം ലൈറ്റിൽ വരന്ന് നിൽക്കുന്നത് വേറെ മറിയമൊക്കെ. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, നീ എന്തുകൊണ്ടാണ് അമ്മയെ ബൂസ്റ്റ് ചെയ്യാതിരുന്നത്? നിൻ്റെ നീയും മറഞ്ഞ അമ്മയും മറഞ്ഞ പോലെയാണല്ലോ. അത് ഞാൻ ഈശോയോട് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ നീയും മറഞ്ഞു അമ്മയും മറഞ്ഞു ഒരേ സമയം തന്നെ കുരിശിൽ. അപ്പോൾ പരിശുദ്ധാത്മ എനിക്ക് ചില നോട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതല്ല. അതായത് മറിയം ആണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി. ആര്? പരിശുദ്ധ അമ്മ. പക്ഷേ
ഒരു സൈലൻ്റ് വിറ്റ്നസ്സിയാണ്. അറിയാം, ഒരു 2 തരം പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാണുള്ളത്. പുനരുത്ഥാനത്തിന് ശേഷം 2 തരം സാക്ഷികളാണ്. ഒന്ന് സൈലൻ്റ് സാക്ഷി. ചിലർ ഭയങ്കര ലൗഡായിട്ട് സ്പീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദമുഖരിതമായ സാക്ഷികൾ. നിശബ്ദ സാക്ഷികളുമുണ്ട്, ശബ്ദമുഖരിത സാക്ഷികളുണ്ട്. അപ്പം മാതാവ് ഇതിൻ്റെ അകത്ത് നിശബ്ദ സാക്ഷിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ 3ാമത്തെ ഹൃദയത്തെ സംഗ്രഹിപ്പാണ് ഇപ്പം നടക്കുന്നത്. മാതാവ് വളരെ ഗുരുതരമായ ഗൗരവതരമായ ചില വ്യക്തികളുണ്ടല്ലോ, എന്തെങ്കിലും മഹാകാര്യങ്ങൾ സംഭവിച്ചാൽ ഒന്നെങ്കിൽ അവർ ഓവർ ടോക്കറ്റീവ് ആവും, അല്ലെങ്കിൽ ചിലർ മിണ്ടടക്കം പാലിക്കും. അതുപോലെ അമ്മ ഈ സമയത്ത് ഒരു മിണ്ടടക്കം പാലിച്ചിരിക്കുക, എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അമ്മ നേരത്തെ 2 പ്രാവശ്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചതായിട്ട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലിക ഹൃദയത്തിൽ സംഗ്രഹിപ്പാണ്. ഇപ്പം അമ്മ ഒരു നീണ്ട ഹൃദയത്തെ സംഗ്രഹിപ്പിലേക്ക് നീങ്ങുകയാണ് ഇപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോടാണല്ലോ എല്ലാം പറഞ്ഞത് ഈശോ. മാലാഖ പറഞ്ഞതും ഈശോ പറഞ്ഞതും അമ്മയോട് പറഞ്ഞതിൻ്റെ എല്ലാം പുനരുദ്ധാനത്തിൻ്റെ കണ്ടന്റ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അമ്മയോടായതുകൊണ്ട് അമ്മ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ്, മറിയം പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ് ആളായതുകൊണ്ട് അത് വളരെ മിനിമം പറഞ്ഞാൽ മതി. നമ്മളോട് ഈ മാക്സിമം പറയണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറവായത് കാരണം കുറേ പറഞ്ഞാലാണ് നമുക്ക് പകുതി കിട്ടുന്നത്. അമ്മയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അമ്മയോട് എന്താ പറഞ്ഞത്? ഒരു ജസ്റ്റ് നോളജേ കൊടുത്തുള്ളൂ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, അത്രേ പറഞ്ഞുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പക്ഷെ അമ്മയോട് അത്രയും പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം. അറിയാം, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയോട് പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയും. ഈ പരിശുദ്ധാത്മാവ് ഫുൾ സിങ്ങായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം അമ്മയോട് ഒരു ഹിൻഡ് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പറഞ്ഞ പോലെയുള്ള ഇഫക്റ്റ് വരും. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ യേശുവിൻ്റെ അമ്മയായ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മേലോട്ട് നോക്കുമ്പോൾ, ഈശോയ്ക്ക് നോക്കുമ്പോൾ, ഈശോയുടെ മുകളിൽ തൂങ്ങിയ ഒരു അയ്യനാറയുണ്ട്. എന്താണത്? യേശു, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ് രാജാവ്, യുദ്ധയൂരും എന്നുവെച്ചാൽ യൂതന്മാരുടെ രാജാവ് നസ്രായനേശി. ഇതിനെക്കുറിച്ച് ഭയങ്കര കശപിശ വന്നതാണ്. ഇവർ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ അതുകൊണ്ട് വയലൻ്റായി. ഇത് വായിച്ച് വയലൻ്റായി. അവർ പിലാത്തോസോട് പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല, ഇത് ഫോഷ്കാണ് എഴുതിയിരിക്കുന്നത്, ഇവൻ പറഞ്ഞു എന്ന് പറയണം. ഇവൻ രാജാവെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഇവൻ പറഞ്ഞു ഇവനാണ് യഹൂദന്മാർ രാജാവെന്ന് പറയാം. അപ്പം പിലാത്തോസ് പറഞ്ഞു, നോനോട് വട്ട് ഐ ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ. പണ്ടത്തെ പോലെ നിങ്ങൾ അന്ന് ഇത് 2 ദിവസം ഇന്നലെ വൈകുന്നേരം ഭയങ്കര ചർച്ചയായിരുന്നല്ല, അപ്പം പെട്ട് നിൽക്കുകയാണ് യുദാസ്. ക്ലോഡിയ വന്ന് പറഞ്ഞൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പം യുദാസ് പിലാത്തോസ് പറഞ്ഞു ക്ലോഡിയയോട്, ക്ലോഡിയ ഐ ആം ഇൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ഇവന്മാരെങ്ങാനും പോയി സീസറിനോട് എനിക്കെതിരെ സംസാരിച്ചാൽ ഞാൻ കസേരന്ന് മാറേണ്ടി വരും, നിസ്സഹായാണ് ഞാൻ, നമ്മൾ രണ്ടും വഴിയിലായി പോകുമെന്ന് പറയും. സങ്കടപ്പെട്ട് ക്ലോഡിയ പോകും. പക്ഷെ ഇയാൾക്ക് തട്ട് കിട്ടിയിരിക്കുകയാണ്. അയാൾക്കറിയാൻ തെറ്റാണ്. കൈ കഴിയാലും ആ കറ അദ്ദേഹത്തിന് ഹൃദയത്തിൽ പോകാതിരിക്കുന്ന കാരണം പിന്നെ ഇവർ വന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അതിനെ കയ്യപ്പോൾ അതിനെ ജനക്കൂട്ടത്തിൽ വന്ന് പിലാതു സ്വന്തം നിറം കാണിച്ച് പോയി നോക്കണമെന്ന്. ബട്ട് ഐ ഹാവ് റിട്ടൺ, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ഫോർ എവർ എന്ന് പറഞ്ഞു.
എന്നൊക്കെ. അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. എന്താണ്? അവൻ രാജാവാണെന്ന്. അപ്പം അമ്മ ഇത് നോക്കുന്നുണ്ട് മുകളിലോട്ട്. ആരും വായിക്കാത്ത വായന അമ്മ വായിച്ചു കൂട്ടുന്നുണ്ട്. എന്താണ്? തന്നോട് പറഞ്ഞ കാര്യമാണിത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകാത്തത്, അവസാനമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് തൻ്റെ മകൻ കയറിപ്പോണത് അമ്മയാണ് ആദ്യം കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ. അന്ന് മുതൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തുടങ്ങിയതാണ്. അതാണ് അമ്മയുടെ മൂന്നാമത്തെ ഹൃദയ സംഗ്രഹം എന്ന് പറയുന്നത്. അമ്മ എന്നും പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായി ശിഷ്യന്മാരെ പിന്നെ പുനരുദ്ധാനത്തിന് സാക്ഷികളാക്കാൻ പരിശീലിപ്പിക്കരുത് അമ്മ ചെയ്തത് മുഴുവൻ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 12 വയസ്സായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വിഷയത്തിൻ്റെ മേലെ, പുനരുത്ഥാന വിഷയത്തിൽ അമ്മയ്ക്ക് വല്ലാത്ത ഒരു പുനരുത്ഥാനം എപ്പോഴും ചിലർക്ക് ദഹിക്കാൻ പാടുവരും. അപ്പം അമ്മയ്ക്ക് ഇവന് 12 വയസ്സായപ്പോഴും അമ്മയുടെ മനസ്സിൽ പുനരുത്ഥാന വിഷയം വന്നു. അതിനെക്കുറിച്ചൊക്കെ നാളെ കാണാം. തൽക്കാലം നിങ്ങൾ ഉയർപ്പിൻ്റെ ദിവസം അമ്മയുടെ ആധ്യാത്മികമായി ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് കൂടി നിങ്ങൾ ധ്യാനിക്കണം എന്ന് പറയണ കാര്യം വെച്ചാൽ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി അമ്മയാണ്. അമ്മയെപ്പോലെ എന്നെയും നിങ്ങളെയും കർത്താവ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഇതെൻ്റെ ഹസ്ബൻഡ് ഡൈജു. ഞാൻ കോതമംഗലം നെല്ലിമറ്റം എഗഡവയിൽ നിന്ന് വരുന്നു. ഞാൻ ഇസ്രായേലിൽ 5.5 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഞാൻ ഏപ്രിൽ 17-ാം തീയതി ഇസ്രായേലിൽ നിന്ന് ഇവിടെ ലീവിന് വന്നതാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്ക് എനിക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട ഡേറ്റ് ജൂൺ 7 മുമ്പ് എനിക്ക് കയറി ചെല്ലണമായിരുന്നു. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാനൊരു മെഡിക്കൽ ചെക്കപ്പ് സാധാരണ നടത്താറുണ്ട്. അങ്ങനെ ഞാൻ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഒരു സംശയം കാരണം ഡോക്ടർ എൻ്റെ ഹാൻഡിന് പെയിൻ ഉള്ളതുകൊണ്ട് MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ MRIയിൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഹാൻഡ് ടിയർ അടിച്ചിട്ടുണ്ടായിരുന്നു, 2 സിസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ സോഫ്റ്റ് ബോൺ 2 ഫ്രാക്ചറായിട്ടിരിക്കുമായിരുന്നു. ഞാൻ ഇസ്രായേലിൽ വെച്ച് എക്സ്റേ എടുത്തായിരുന്നു. പക്ഷേ എക്സ്റേയിൽ സോഫ്റ്റ് ബോണിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കയ്യിൽ ബാമൊക്കെ തേച്ച് കൊണ്ടിരുന്നു. അപ്പോൾ സാധാരണ ബോൺ ഒടിഞ്ഞപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള വേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇസ്രായേലിലേക്ക് എൻ്റെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കോതമംഗലം ധർമ്മേരിയിൽ നിന്ന് എൻ്റെ അടുത്ത് അവിടെ ചെയ്യാൻ പറ്റില്ല, വേറെ ഹോസ്പിറ്റൽ രാജഗിരിയിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ രാജഗിരിയിൽ ഹാൻഡിൻ്റെ മാത്രം നോക്കുന്ന ഡോക്ടറെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹാൻഡിന് സർജറി ചെയ്തു. അപ്പം എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 2 മന്ത് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് 7-ാം തീയതി അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ട ഡേറ്റ് ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് അവിടെ എൻട്രി ചെയ്തിരിക്കണം. ആ 7-ാം തീയതിക്ക് മുമ്പ് അവിടെ കയറിയിരിക്കണം. അങ്ങനെയാണ് ഇസ്രായേലിലെ നിയമം. അപ്പോൾ എനിക്ക് പോകാനതിന് മുമ്പ് ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ള റീഎൻട്രി തന്നെ കയറി പോകാമെന്ന് വിചാരിച്ച് ജൂൺ 3-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ എൻ്റെ വിസയൊക്കെ ഓക്കെ ആയിരുന്നു. എൻ്റെ റീഎൻട്രി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ആ കമ്പ്യൂട്ടറിൽ ആ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇസ്രായേലോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് എൻട്രി വിസ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒത്തിരി സങ്കടത്തോടെ ഞാൻ തിരിച്ചു പോകുന്നു. ഇസ്രായേലിലെ ഒരു പ്രത്യേകതയുണ്ട്, മെഡിക്കലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പിന്നെ അവിടെ ഫുൾ ചെക്ക് ചെയ്തിട്ട് അവിടെ കയറ്റത്തുള്ളൂ. ഒരു ഉറപ്പുമില്ല പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ 2 മന്ത് റെസ്റ്റ്. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നപ്പം ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. അച്ഛനെ കണ്ടു, ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അതിന് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. അന്നേരം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഹാൻഡിന് പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് പോകാൻ നേരത്തുള്ള മെഡിക്കൽ ചെക്കപ്പിലാണ് ഇത് എല്ലാം അറിഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പാസ്പോർട്ടും എൻ്റെ പോകാനുള്ള ആ പഴയ റീഎൻട്രിയുടെ ടിക്കറ്റും എല്ലാം അച്ഛൻ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നായിരുന്നു. അന്ന് ഹസ്ബൻഡും ഞാനും ഉടമ്പടി നേരത്തെ എടുത്തായിരുന്നു. ഹസ്ബൻഡ് അന്ന് തന്നെ പിന്നെയും ഉടമ്പടി എടുത്തു.
അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. ഉടമ്പടിയിലെ എല്ലാ ജീവിത മാർഗത്തിലൂടെ നയിച്ചു. അടുത്ത മാസം 12-ാം തീയതിയാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസം തികയുന്നത്. ഇവിടെ നിന്ന് വന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഇന്നലെ യാദർശികമായിട്ട് അവിടെ നിന്ന് എൻ്റെ നോക്കണ അമ്മച്ചിയുടെ ഫാമിലി എല്ലാം ഇടപെട്ടു. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സാധാരണ അവിടെ ഒരിക്കലും നടക്കാറില്ല. റീ എൻട്രി എന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേക എൻട്രിയാണ്. അവിടെ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് 2 മാസത്തിന് അച്ഛനെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് വിസ വന്നു. അവിടെ നിന്ന് അടുത്ത വ്യാഴാഴ്ച ഞാൻ തിരിച്ചു കയറി പോവുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഇത് ഞാൻ എനിക്ക് തന്ന പത്രങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും കൊടുത്തു. ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചു. അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തു. എന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നും ഞാൻ ബൈബിളിൽ വായിക്കുമായിരുന്നു. എൻ്റെ ഹാൻഡിന് പെയിൻ അല്ലാത്ത സമയത്ത് ഞാൻ എന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നാണ്. ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ എന്നും കുർബാന കാണുമായിരുന്നു. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഫലമായി മാതാവ് പ്രത്യേകമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് പോയ അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് 17 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഡേറ്റ് ആണല്ലോ. അപ്പോൾ അന്ന് തന്നെ വിസ വന്നെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് എപ്പോഴും ഞാൻ മൊബൈലെടുത്ത് നോക്കും, വന്നോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്കും എൻ്റെ എൻട്രി പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് അതിനു വേണ്ടി. അങ്ങനെ എനിക്ക് മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേറെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്രായേലായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നായിരുന്നു. അപ്പോൾ കോതമംഗലം ധർമ്മയിൽ അഡ്മിറ്റായി. പെട്ടെന്ന് ICU കയറ്റി CCUവിൽ അഡ്മിഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ടെൻഷനായിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ദേഹത്തും ചെസ്റ്റിലും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമൽ ആകണേന്ന് പറഞ്ഞു. അങ്ങനെ TMT എന്ന് പറഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് ചെയ്തു. ട്രോപ്പൈ എന്ന് പറഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് ചെയ്തു. അതെല്ലാം നോർമലായി. പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അങ്ങനെ മാതാവും ഈശോവും വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം ലഭിച്ചതിന് 1000 നന്ദി. എനിക്ക് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദൈവമായിട്ട് കൂടുതൽ ഇടപെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടു ദൈവം. പിന്നെ എനിക്കൊരു പ്രത്യേക വചനം ദൈവം എനിക്ക് ഇതിലൂടെ തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വചനം ഞാൻ എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ എന്നും ബൈബിൾ വായിച്ചു. എന്നും കുർബാനയിൽ പങ്കെടുത്തു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ദൈവവുമായിട്ട് ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തു, പാവപ്പെട്ടവരെ സഹായിച്ചു, പൈസ ഇല്ലാത്തവരൊക്കെ പൈസ കൊടുത്ത് സഹായിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി ഇതുവഴി ഈ ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി ചെയ്യാൻ പറ്റി. ഈ എല്ലാ അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് ഞാൻ 1000 ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഡൈജു എന്ന ഈ കപ്പിൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എൻട്രി വിസ ക്യാൻസലായിരുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു വലിയ സാധ്യതയുടെ വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും അത് നിരാകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണ സാക്ഷികളോട് ഒന്ന് ഏറ്റുപറയുന്നത്. എല്ലാം ഈ മകൾ വിവരിച്ചതുപോലെ തന്നെ യാതൊരു സാധ്യതകളുമില്ല. കാരണം മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ കൂടി അവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഈ മകൾ ശുശ്രൂഷ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ വീട്ടിലെ കുടുംബക്കാർ ഇടപെട്ടെങ്കിലും അത് ഇടപെടാനുണ്ടായ സാഹചര്യമെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമാണെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് റീ എൻട്രിയിൽ തിരിച്ചു പോകാൻ പോലും സാധ്യമല്ലായിരുന്നു. പക്ഷേ മകൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു ധൈര്യം ഉണ്ടായി, ഒരു മനോവിശ്വാസമുണ്ടായി, എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കാരണം അച്ഛൻ്റെ പ്രാർത്ഥന അത്ര വലുതാണ്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും എല്ലാ ബലഹീനതകളെയും അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള വിശുദ്ധി
ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്, അച്ഛന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ 40 വർഷത്തെ ദിവ്യബലിയുടെ യോഗ്യതയാലാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സാധിച്ചു തരുന്നത്. 2 മാസത്തിൻ്റെ അവധിയിൽ ഈ മകൾക്ക് ലഭിച്ചത്, സമയച്ചുരുക്കമെന്ന് പറയുന്നത് 2 ആഴ്ചയ്ക്കുള്ളിലാണ് എൻട്രി വിസ ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് മകൾ പറയുകയുണ്ടായി. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ചെസ്റ്റ് പെയിൻ മാറി എല്ലാം ECG എല്ലാം നോർമലായതായി സാക്ഷ്യപ്പെടുത്തുന്നു. നാം എവിടെയാണോ നമ്മുടെ ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ആചരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഈശോ കൺക്ലൂഡ് ചെയ്ത വലിയ ദൈവകൽപ്പന അതാണ്: നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുക. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരു വലിയ സിദ്ധാന്തം, വലിയ സ്നേഹത്തിൻ്റെ കൽപ്പന നാം എന്നാണോ പാലിക്കാൻ തുടങ്ങുന്നത്, അവിടെയെല്ലാം ഈശോ കൃത്യമായി നമുക്ക് സാധ്യതകൾ തുറന്നു തരും എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ പൂർണ്ണമായി വിശ്വസിക്കാം. അഞ്ജുവിനും ഡേജൂനും ലഭിച്ച, കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവിടെ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിയോടെ നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം. മോൻസി ഷിജു, ഞാൻ കോതമംഗലത്തിൽ നിന്ന് വരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. 2022 ഡിസംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാറുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെയും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ഇരിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു എനിക്കൊരു ജോലിക്ക് വേണ്ടി. ആ ജോലി എനിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് അവർ പോയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് വരാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാനത് ഉപേക്ഷിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് വീട്ടിലുണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമായിട്ട് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ആ മോഹം ഉപേക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അമ്മ അവിടെ SBIയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാനതിൽ പോയി അറ്റൻഡ് ചെയ്തു. അമ്മയുടെ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ആ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. എനിക്കിന്ന് നല്ലൊരു ജോലി അമ്മ തന്നു. അതുപോലെ കുട്ടികളെ വിട്ടിട്ട് കുട്ടികൾ വരുമ്പോഴത്തേനും എനിക്ക് തിരിച്ചെത്താവുന്ന ഒരു ജോലി തന്ന് അമ്മ എന്നെ സഹായിച്ചു. SBIയുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ നൈറ്റിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഒരു ബ്ലൂ കളറിലെ കാറ്. അപ്പം വണ്ടി മാറാൻ ഉദ്ദേശമില്ലായിരുന്നത് കൊണ്ട് തന്നെ ഞാനത് ഉപേക്ഷിച്ചു. അത് പിന്നെ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അതേ വണ്ടി തന്നെ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മുടെ വണ്ടി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അമ്മ നമുക്ക് വേറൊരു വണ്ടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ നമുക്കത് മാറാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു. അമ്മ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ കളറിലെ വണ്ടി തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഷോറൂമിൽ വണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഷോറൂമിൽ നിന്ന് വണ്ടിയുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. ആ ഫോട്ടോസിൽ ഈ നിൽക്കുന്ന മാതാവിൻ്റെ അതേ രൂപം ഞങ്ങളുടെ 360 ക്യാമറയിലുണ്ടായിരുന്നു ആ വണ്ടിയിൽ. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിൽ ആ ക്യാമറയിൽ ആ മാതാവിൻ്റെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ശരിക്കും അമ്മ ഞങ്ങൾക്ക് തന്നത്, അമ്മയാണ് ഞങ്ങൾക്ക് തന്നത് എന്നതിന് ഞങ്ങളെ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ആ ക്യാമറയിൽ ആ അമ്മയുടെ രൂപം വന്നത്. അതുപോലെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ നേരത്തെ ഉള്ളതിനേക്കാളും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, സ്നേഹത്തോടെ മറ്റുള്ളവരെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവർ കാരുണ്യത്തോടെ നോക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ പത്രം വിതരണം ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ പൊതുമേഖലകളിലാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അവർക്ക് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ നൽകിയാൽ എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ാം തിരുവചനം. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. മോൺസി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഉടമ്പടി ചെയ്തപ്പോൾ ഒരു നിയോഗമായിരുന്നു, ഒരു നല്ല ജോലി ലഭിക്കണം, ഈശോയെ സ്നേഹിക്കുവാനും ഉടമ്പടി കൃത്യമായി പാലിക്കുവാനും ഉതകുന്ന ഒരു നല്ല ജോലി തരണമേ എന്നുള്ളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ
വലിയ മധ്യസ്ഥതയിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് SBI ഇൻഷുറൻസിൽ മകൾക്കൊരു നല്ല ഓഫർ നൽകി ഈശോ അനുഗ്രഹിച്ചതെന്ന് ഏറ്റു പറയുന്നു. നമ്മുടെ എത്ര തന്നെ ലഭിക്കില്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോഴാണ് ഈശോ നമുക്കെല്ലാം ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്നതെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ചേഞ്ച് അവരുടെ വാഹനത്തിൽ അവർ ആഗ്രഹിച്ചതാണ്. പരിശുദ്ധ അമ്മ തന്നെ അമ്മയുടെ സാമീപ്യം നൽകി ഒരു 360 ക്യാമറയിൽ അമ്മയുടെ പ്രതിച്ഛായ പകർത്തിക്കൊണ്ടാണ് അവർക്ക് ഷോറൂമിൽ നിന്ന് അവർക്ക് കാറിൻ്റെ പിക്ചർ അയച്ചു കൊടുത്തത്. ഒരുപാട് പേർ അവർക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഒരു സാധ്യത ഒരു ഷോറൂമിൽ നിന്ന് ഉണ്ടാകാത്തതാണ്, അങ്ങനെ സംഭവിക്കുന്നതല്ല. പക്ഷെ അമ്മ തന്നെയാണ് അവരുടെ കൂടെയുള്ളത്. അമ്മ തന്നെയാണ് അവരുടെ കൊച്ചു കാര്യങ്ങൾ, ഒരു ചെറിയ കാര്യങ്ങൾ പോലും തീരുമാനമെടുത്ത് ഈശോയിലേക്ക് വഴി നടത്തുന്നതെന്നാണ് മോൻസി ഇവിടെ ഏറ്റു പറയുന്നത്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ, ഉടമ്പടിയോട് നാം ചേർത്ത് വയ്ക്കുന്നെങ്കിൽ, ഈശോ ആണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നതെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് പ്രഥമ സ്ഥാനം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെക്കുറിച്ച് ഏറ്റുപറയുമെന്ന് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കും. മോൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകിക്കൊണ്ട്